നമ്മുടെ സീക്വൻഷ്യൽ ഫയൽ എന്താണെന്നും ടൈപ്സ് ഓഫ് ഫയൽസിലെ സീക്വൻഷ്യൽ ഫയൽ എന്താണെന്നും അതിൻ്റെ മെയിൻ ഓപ്പറേഷൻസ് അതായത് ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ, റിട്രീവലും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും ഏരിയാസ് ഓഫ് യൂസും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സീക്വൻഷ്യൽ ഫയലിൻ്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്, കണ്ടിന്യൂഷനാണ്. അതിൻ്റെ സ്ട്രക്ചറും കൂടി നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം സീക്വൻഷ്യൽ ഫയലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു സീക്വൻഷ്യൽ ഫയൽ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സ്റ്റോറേജ് ഡിവൈസിൽ ഒരു റെക്കോർഡ് കഴിഞ്ഞിട്ട് അത് ആ റെക്കോർഡ്സ് വരുന്ന ഓർഡർ അനുസരിച്ചാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൺസെപ്റ്റ് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഇത് സിമ്പിളാണ്. ഒരു സീക്വൻഷ്യൽ ടൈപ്പ് സ്റ്റോറേജ് എന്ന് പറയുന്നത് സിമ്പിളാണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിളുമാണ്. കാരണം നമുക്കെന്താണ് ലാർജ് വോള്യൂംസ് ഓഫ് ഡേറ്റ, ഒരു സീക്വൻഷ്യൽ ഫയൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലാർജ് വോള്യൂംസ് ഓഫ് ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ പ്രോസസ്സിങ് ഇൻഡസ്ട്രീസിലൊക്കെ ലാർജ് വോള്യൂംസ് ഓഫ് ഡേറ്റാസിനെ ഹാൻഡിൽ ചെയ്യിക്കാനായിട്ട് പറ്റും. ദെൻ അതായത് സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ എല്ലാ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസും യൂസ് ചെയ്യുന്നത് സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷനാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ്, മാഗ്നറ്റിക് ടേപ്പിൽ എന്താണ്, ആ ടേപ്പിൻ്റെ ലെങ്ത് അനുസരിച്ച്, ടേപ്പിന് എന്തേരമാണോ ലെങ്ത് ഉള്ളത് ആ ലെങ്തിനനുസരിച്ച് റെക്കോർഡ്സ് വരുന്നത് പോലെ എന്താണ് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ കണ്ടിന്യൂസ് സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സീക്വൻഷ്യൽ നേച്ചർ കാണിക്കുന്ന വേറെ ഡിവൈസസ് ആണ് എന്തൊക്കെ, പേപ്പർ ടേപ്സ്, സീക്വൻഷ്യൽ ആയിട്ടുള്ള പേപ്പർ ടേപ്പ് റീഡേഴ്സ്, കാർഡ് റീഡേഴ്സ്, ടേപ്പ് കാസറ്റ്സ്, ലൈൻ പ്രിൻറ്റേഴ്സ് ഒക്കെയാണ് ബാക്കിയുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ ഫയൽ ബൈ നേച്ചർ സീക്വൻഷ്യൽ ഫയലായിരിക്കുന്ന വേറെ കുറച്ച് സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഇനി മാഗ്നറ്റിക് ഡിസ്ക് ആണെങ്കിൽ അതിൽ ഡയറക്റ്റും സീക്വൻഷ്യൽ ആക്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫയലിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡയറക്റ്റായിട്ടും സീക്വൻഷ്യലായിട്ടും നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് സീക്വൻഷ്യൽ ഫയൽ എന്താണ്, സ്ലൈറ്റ് ഡിഫറൻസ് സീക്വൻഷ്യൽ ഫയലിൻ്റെ ആക്സസിങ്ങിന് നമുക്ക് വരുത്താനായിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ നമ്മളിതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് അറിയിക്കണം. ഈ ഒരു സീക്വൻഷ്യൽ ഫയലിൽ ഹൗ ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ്, ഒരു യൂസർ പ്രോഗ്രാമിലോട്ട് എങ്ങനെയാണ് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒരു സീക്വൻഷ്യൽ ഫയലിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിന് ഒരു റിപ്ലൈ നമുക്ക് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് ഒരു സീക്വൻഷ്യൽ ഫയലിൽ അത് ഒക്കർ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് എന്താണ് ഡിസ്കസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ആണല്ലോ നമ്മൾ മെയിൻലി പെർഫോം ചെയ്യുന്നത്. അപ്പം ഓരോ പ്രാവശ്യവും ഒരു റീഡ് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്റർ സീക്വൻഷ്യൽ ഫയലിലായിരിക്കും എല്ലാ റെക്കോർഡ്സും ഉള്ളത്, ഒരു മാസ്റ്റർ സീക്വൻഷ്യൽ ഫയലിലായിരിക്കും. സോ ഈ മാസ്റ്റർ സീക്വൻഷ്യൽ ഫയലിൽ നിന്നായിരിക്കും മാസ്റ്റർ സീക്വൻഷ്യൽ ഫയലിൽ നിന്നും പ്രോഗ്രാം ഏരിയയിലോട്ട് റെക്കോർഡ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ റീഡ് ഇൻസ്ട്രക്ഷൻസും ഒക്കർ ചെയ്യുന്നത്. അപ്പം ഓരോ പ്രാവശ്യവും ഒരു റീഡ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ഓപ്പറേഷൻ ഒരു പർട്ടിക്കുലർ സ്റ്റോറേജ് ഡിവൈസിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഒരു ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇവിടെ ഒരു അപ്പറൻറ്റ് ഡിഫറൻസ്, അതായത് നമ്മളുടെ ഈ റെക്കോർഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മുടെ റിക്വസ്റ്റ് പോകുന്നതും അത് കിട്ടുന്നതും തമ്മിലുള്ള ഒരു ടൈമിൻ്റെ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ സ്റ്റോറേജിൻ്റെയും അതുപോലെ തന്നെ ആ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റേണൽ സ്റ്റോറേജിൻ്റെയും ഡേറ്റ ഏരിയയുടെയും ബിറ്റ്വീനായിട്ട് ഒരു ബഫർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബഫറിൻ്റെ ഡെഫിനിഷനാണ് ഇനി പറയുന്നത്. എന്താണ് ഈ അപ്പറൻറ്റ് ഡിഫറൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബഫർ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റോറേജിൻ്റെയും ഡേറ്റ ഏരിയയുടെയും ഇൻ ബിറ്റ്വീനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ബഫർ എന്ന് പറയുന്നത് ഒരു മെയിൻ മെമ്മറിയുടെ ഒരു സെക്ഷനായിട്ട് തന്നെയാണ് ബഫറും വരുന്നത്. ബഫർ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സൈസ് മാനേജ്മെൻറ്റ് റുട്ടീൻസിനോട് ഈക്വലായിട്ടാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OSൻ്റെ സൈസ് മാനേജ്മെൻറ്റ് റുട്ടീനിനോട് ഇതിൻ്റെ റുട്ടീനും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ റെക്കോർഡ്സിൻ്റെ ബ്ലോക്കിങ്ങും ഡീബ്ലോക്കിങ്ങും നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ വരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം ഓരോ പ്രാവശ്യവും ബ്ലോക്കിങ്ങും ഡീബ്ലോക്കിങ്ങും ഒരു ബഫർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഓരോ പ്രാവശ്യവും ഒരു റീഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും മാസ്റ്റർ സീക്വൻഷ്യൽ ഫയലാണ് ഇൻപുട്ട് ഫയലായിട്ട് ഇവിടെ നമ്മൾ എടുക്കുന്നത്. മാസ്റ്റർ സീക്വൻഷ്യൽ ഫയൽ, അതായത് നമ്മുടെ മെയിൻ ഫയലിനെയാണ് നമ്മൾ ഇൻപുട്ട് ഫയലായിട്ട് എടുക്കുന്നത്. സോ ഈ ഫസ്റ്റ് ഒരു റീഡ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനൊരു റീഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഞാൻ ആ റീഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റെസ്പോൺസായിട്ട് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എക്സ്റ്റേണൽ സ്റ്റോറേജിലേക്കാണല്ലോ ഞാൻ റീഡ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ആ എക്സ്റ്റേണൽ സ്റ്റോറേജിൽ നിന്നും ഒരു റെക്കോർഡായിട്ടല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഒരു ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ബഫറിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് റെക്കോർഡ് എന്താണ്, ആ ബ്ലോക്കിൽ നിന്നും ഫസ്റ്റ് റെക്കോർഡ് എന്ത് ചെയ്യുന്നു, പ്രോഗ്രാമിൻ്റെ ഡേറ്റ ഏരിയയിലോട്ട് എന്ത് ചെയ്യുന്നു, ആ ബ്ലോക്കിൽ ഒരു റീഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. എക്സ്റ്റേണൽ സ്റ്റോറേജിലേക്ക് ഞാൻ റീഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നു. ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും റെക്കോർഡ്സിൽ നിന്നുമായിരിക്കും എനിക്ക് വേണ്ട റെക്കോർഡ് ഡേറ്റ ഏരിയയിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം കാണിച്ചിരിക്കുന്ന ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സിനെ ഞാൻ റീഡ് ചെയ്യുന്നത് ഒരു ബഫറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ബഫറിൽ നിന്നും ആ പ്രോഗ്രാമിൻ്റെ ഡേറ്റ ഏരിയയിലോട്ട് ആദ്യത്തെ റെക്കോർഡിനെ എന്ത് ചെയ്യുന്നു, ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഓരോ സബ്സിക്വൻറ്റ് റീഡ് സ്റ്റേറ്റ്മെൻറ്റ്സിനും ഓരോ റെക്കോർഡായിട്ടല്ല, ഒരു ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ബഫറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ഈ ബഫറിൽ നിന്നും ഓരോ ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. ദെൻ ഓരോ റീഡ് സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും എക്സ്റ്റേണൽ സ്റ്റോറേജിൽ നിന്നും ഓരോ ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ് ബഫറിലേക്ക് വരും. ദെൻ ബഫറിൽ നിന്നും ഡേറ്റ ഏരിയയിലോട്ട് ഓരോ റീഡ് എക്സിക്യൂഷൻ വരുമ്പോഴത്തേക്കും ബഫറിലേക്ക് ഒരു ബ്ലോക്ക് വരുമ്പോഴത്തേക്കും ബഫറിൽ നിന്നും ഒരെണ്ണം എന്ത് ചെയ്യും, പ്രോഗ്രാമിൻ്റെ ഡേറ്റ ഏരിയയിലോട്ട് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. സോ ഈ എൻ്റയർ പ്രോസസ്സ് എന്താണ്, റീഡിൻ്റെ എല്ലാ ബ്ലോക്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് വരെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്, ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ് ബഫറിലേക്ക് വരുന്നു, ബഫറിൽ നിന്നും ഡേറ്റ ഏരിയയിലോട്ട് പോകുന്നു. ദെൻ നെക്സ്റ്റ് റീഡ് പോകുമ്പോൾ ബഫറിലുള്ള നെക്സ്റ്റ് റെക്കോർഡ് എന്ത് ചെയ്യുന്നു, ഡേറ്റ ഏരിയയിലോട്ട് മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിലേക്ക് കോപ്പി ആവുന്നത്. ദെൻ സിമിലർ ഫാഷന് ഇനി ഒരു റൈറ്റ് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ, റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പം റീഡ് എന്താണ്, ആ ബഫറിൽ നിന്ന് എക്സ്റ്റേണൽ സ്റ്റോറേജിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ റൈറ്റ് എന്താണ്, നമ്മളൊരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസിലോട്ടാണ് കൊടുക്കുന്നത്. റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കുക, റീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വായിച്ചാൽ മതി. സോ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ റൈറ്റ് ഓപ്പറേഷനിൽ എടുക്കുന്നത്, റീഡ് ഓപ്പറേഷനിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. പക്ഷേ റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, പുതിയതായിട്ടൊരു സാധനം നമ്മൾ കൊടുക്കുമല്ലേ, അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നടക്കുമ്പം ആദ്യം ബഫറിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ പ്രോഗ്രാം ബഫറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ബഫർ ഫുള്ളാകുമ്പോൾ മാത്രമേ ഒരു ബ്ലോക്കിനെ, ബഫർ എപ്പോഴാണോ ഫുള്ളാവുന്നത്, ആ ഫുള്ളായി കഴിയുന്ന ആ ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സിനെ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ സ്റ്റോറേജിങ് ഡിവൈസിലോട്ട് ഫുള്ളായി കഴിയുമ്പോഴത്തേക്കുമായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ഇങ്ങനെ ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്തത് ഒരു സിംഗിൾ ബഫറിങ് ടെക്നിക്കാണ്. കാരണം അവിടെ ഒറ്റ ബഫറേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഫിഗറിൽ നോക്കിക്കേ, ഒരൊറ്റ ബഫറിൻ്റെ ഒരു ബഫറല്ലേ ഉള്ളൂ. സോ ഇതിനെയാണ് നമ്മൾ സിംഗിൾ ബഫറിംഗ് എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ബഫറിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. മൾട്ടിപ്പിൾ ബഫറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിൽ കൂടുതൽ ബഫേഴ്സ് യൂസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് മൾട്ടിപ്പിൾ ബഫറിംഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ സിംഗിൾ ബഫറിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ബഫറിൽ കൊണ്ടുവരുമല്ലോ. ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സിക്യൂഷൻ കഴിയുന്നത് വരെ നെക്സ്റ്റ് റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റീഡ് സ്റ്റേറ്റ്മെൻറ്റ് വെയിറ്റ് ചെയ്യണം. ബഫർ ഫ്രീ ആവുന്നത് വരെ അടുത്ത റീഡ് അല്ലെങ്കിൽ അടുത്ത റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബഫറിലത്തെ ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ എക്സിക്യൂഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സിനെ നമുക്ക് ആക്സസ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. നമ്മളിപ്പം കറൻ്റ്ലി ബഫറിലുള്ളത് ഏതാണോ അതിൻ്റെ എക്സിക്യൂഷനൊക്കെ കഴിഞ്ഞിട്ടേ തൊട്ടടുത്തതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. സോ അവിടെ ഒരു ഡിലേ ഉണ്ടാവുന്നുണ്ട്. ഓരോ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷനും ഒരു ഡിലേ ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഡിലേനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ബഫറിങ് ഹെൽപ്പ് ചെയ്യും. കാരണം അവിടെ ഒന്നിൽ കൂടുതൽ ബഫേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ ബഫർ ഉണ്ടാകുന്നുണ്ട്. സോ ഇവിടെ ഒരു ബഫറിൻ്റെ ഒരു സർക്കുലർ ക്യൂ ആണ് മൾട്ടിപ്പിൾ ബഫറിങ്ങിൽ വരുന്നത്. അതിൻ്റെ ഫിഗറാണ്
ഈ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, എക്സ്റ്റേണൽ സ്റ്റോറേജ് ഉണ്ട്, ബഫർ എ, ബഫർ ബി, ബഫർ സി, അങ്ങനെ ഒരുപാട് ബഫേഴ്സ് ഉണ്ട്. സോ ഓരോ റീഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഓരോ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബഫർ എയിൽ വരുന്നു, ബഫർ എ ഫില്ലായി കഴിയുമ്പോൾ ബഫർ ബിയിൽ ഫില്ലാവുന്നു. സോ ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബഫർ എയിൽ നിന്നും ഡേറ്റ ഏരിയയിലോട്ടും ഒരെണ്ണം മൂവ് ചെയ്യുന്നുണ്ട്. ഒരു റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എയിൽ വരുന്നു. ദെൻ നെക്സ്റ്റ് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും എ ഫില്ലായി കഴിഞ്ഞിട്ട് മാത്രമേ ബിയിലോട്ട് പോകുകയുള്ളൂ. ബി എന്ന് പറയുന്ന ബഫർ ഫുള്ള് ഫില്ലായി കഴിയുമ്പോഴായിരിക്കും സിയിലേക്ക് പോകുന്നത്. സോ ഇങ്ങനെ ഓരോ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷനും ഇങ്ങനെ ആക്സസിങ്ങും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബഫറുകളിൽ നിന്നും ഡേറ്റ ഏരിയയിലോട്ട്, ആ പ്രോഗ്രാമിൻ്റെ ഡേറ്റ ഏരിയയിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈമിൽ ബഫർ ഫുള്ളാവുന്നുമുണ്ട്, അതുപോലെ തന്നെ ബഫറിലോട്ടും വരുന്നുണ്ട്, ബഫറിൽ നിന്നും പോകുന്നുണ്ട്. ബഫറിലോട്ട് എക്സ്റ്റേണൽ സ്റ്റോറേജിൽ നിന്നും ബഫറിലേക്കും വരുന്നുണ്ട്. ദെൻ ബഫറിൽ നിന്നും ഡേറ്റ ഏരിയയിലോട്ടും ഈ റെക്കോർഡ്സ് മൂവ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് സീക്വൻഷ്യൽ ഫയലിൻ്റെ സ്ട്രക്ചറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്.